ഹലോ ഗൈസ്, ഇന്നെൻ്റെ ലേസി ആയിട്ടുള്ളൊരു ഡേ ആണ്. എനിക്ക് കുക്കിംഗ് ചെയ്യാനോ ഒന്നും ചെയ്യാനുള്ളൊരു മൂഡില്ല. ഇന്നെനിക്ക് ഡ്യൂട്ടി ഉണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു, ഞാൻ പണ്ട് എന്ന് വെച്ചിട്ട് 4 months മുമ്പേ പോയ, ഞാനും എൻ്റെ ഹസ്ബൻഡിനോട് കൂടി പോയ ഒരു ഒരു ട്രാവൽ വ്ളോഗ് പോലെ. ഞാനിങ്ങനെ കുറേ വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ ഇൻസ്റ്റയിലും വാട്സപ്പിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് എടുത്ത വീഡിയോസ് ഫോട്ടോസാണ്. അതാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത്. ഞങ്ങൾ പോവാണ്. നല്ല ഭംഗിയാണ് കാണാൻ. ഞങ്ങൾ പോകുന്ന സ്ഥലത്തിൻ്റെ പേര് ബാത്താണ്. ബാത്ത് UK തന്നെയുള്ള സ്ഥലമാണ്. ഞങ്ങളുടെ ഇവിടെ നിന്നൊരു 2.5-3 മണിക്കൂറോളം ട്രാവൽ ചെയ്യാനുണ്ട്. നല്ല സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പീസ്ഫുള്ളായിട്ടുള്ള ഒരു സ്ഥലമാണ്. നമ്മുടെ ജോർജിയൻ ആർക്കിടെക്ചറൊക്കെ വെച്ചിട്ടുണ്ടാക്കിയ ഒരു സിറ്റിയാണ്. ഫേമസ് ആയിട്ടുള്ള റോമൻ ബാത്ത്, ലൈക്ക് റോമൻസിൻ്റെ സ്പാ കിട്ടിക്കൊണ്ടിരുന്ന ഒരു പണ്ട് തൊട്ടുള്ളൊരു ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്. ഞങ്ങളിങ്ങനെ പോവാണ്. ഞങ്ങൾ ഹോട്ടലിലായിട്ട് പോവാണ്. ഞങ്ങൾക്ക് പാർക്കിംഗ് എവിടെ ചെയ്യണമെന്നൊന്നും അറിയത്തില്ലായിരുന്നു. ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ മാപ്പ് നോക്കുന്നുണ്ട്. ഇങ്ങനെ നല്ല രസമാണ്. അവിടുത്തെ ബിൽഡിങ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ ഹണി കളേർഡ് സ്ട്രക്ചറിലാണ് അവർ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തേൻ്റെ കളറുള്ള ബിൽഡിങ്സാണ് എല്ലാം. ഇതവിടെയുള്ള ഒരു ജെയിംസ് ഓസ്റ്റൺ സെൻറ്ററാണ്. ഫേമസ് ആയിട്ടുള്ള പ്ലേസാണ് ഇത്. ഞങ്ങളുടെ ഹോട്ടലാണ്, ഇസഡ് ഹോട്ടലിലാണ് ഞങ്ങൾ താമസിച്ചത്. ഞങ്ങൾ Trip.com ബുക്ക് ചെയ്യുന്ന നേരത്ത് വിൻഡോസൊക്കെ ഉള്ള റൂമായിരുന്നു. പക്ഷേ ചെന്നപ്പോൾ ഒന്നുമില്ല. ഇതൊരു ഗുദാവിൽ പോണ പോലെ. പിന്നെ ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്ത് ഹോട്ടലിൻ്റെ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത് കുറേ ബാർ, റെസ്റ്റോറൻറ്റ്സ്, 5 Guys ഉണ്ട്, പിസ്സ കിട്ടുന്ന സ്ഥലമുണ്ട്. അങ്ങനെ കുറേ സ്ഥലമുണ്ട് അതിൻ്റെ അടുത്ത്. ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കുന്നു. എല്ലാം അടുത്തടുത്ത് തന്നെയാണ്. കാരണം നമ്മളെടുത്ത ഹോട്ടൽ അത് നോക്കിയെടുത്ത ഹോട്ടലായിരുന്നു. ഇഷ്ടം പോലെ ടൂറിസ്റ്റുകളുണ്ട്. ചൈനീസ്, മലേഷ്യൻസ്, ഇന്ത്യൻസ്, ആഫ്രിക്കൻസ്, ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഞങ്ങളിങ്ങനെ നടന്നു പോവാണ്. ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ ഒരു ഫേമസ് ആയിട്ടുള്ള ടൂറിസ്റ്റ് സ്പോട്ടുണ്ട്. ആ ടൂറിസ്റ്റ് സ്പോട്ടിട്ട് നടക്കുകയാണ്. ബാത്തബേ എന്ന് പറയുന്നത്. ബാത്തബേ എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ്സ് ലൈക്ക് എ ചർച്ചാണ്. അതിൻ്റെ അകത്തേട്ട് ഞങ്ങൾക്ക് കയറാൻ പറ്റില്ല. കാരണം അത് ഓപ്പൺ ചെയ്യണ 2 മണിക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി നേരത്തെ ചെന്നതുകൊണ്ട് ഞങ്ങൾക്ക് അകത്തേട്ട് കയറാൻ പറ്റിയില്ല. 2 മണി വരെ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ചുമ്മാ അതിൻ്റെ പുറത്തൊക്കെ ഇന്ന് ഇങ്ങനെ ഓരോ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയാണ്. ആൾക്കാരായ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. നല്ല ഭംഗിയുള്ളൊരു സ്ഥലം. ഞങ്ങൾ പിന്നെ ബാത്തബയിൽ അതിൻ്റെ അകത്ത് കയറാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് കുറേ മാഗ്നറ്റ്സ് കിട്ടുമല്ലോ, ഞങ്ങൾ ഓരോ മാഗ്നറ്റ്സൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. ഇതാണ് പ്രോപ്പറായിട്ടുള്ള ബാത്തബയുടെ ഒരു വീഡിയോ. ഞങ്ങൾ ലോങ് ഷോട്ടും ഒക്കെ വെച്ചിട്ട് ഞങ്ങൾ ഫുൾ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. നമ്മുടെ ബ്രിസ്റ്റോളിൽ നിന്നും ഒരു 11 miles സൗത്ത് ഈസ്റ്റ് ബ്രിസ്റ്റോളിലാണ് ഈ ബാത്ത് എന്ന് പറഞ്ഞ പ്ലേസ് ഉള്ളത്. കൗണ്ടി സോമർസെറ്റിലാണ് ഇതുള്ളത്. പിന്നെ ഇതിലേറ്റവും കൂടുതൽ ഫേമസ് ആവാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് റോമൻ ബാത്താണ്. എന്നുവെച്ചാൽ ഈ ബാത്തബയുടെ സൈഡിൽ തന്നെ ആയിട്ട് റോമൻസ് ബാത്ത് ഉണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറ്റ്സ് ലൈക്ക് ഒരു ബിൽഡിങ്ങിൻ്റെ നടുക്കായിട്ട് ഗ്രീൻ കളർ ഒരു ഇതെന്താ പറയുക, ചെറിയൊരു പോണ്ട് പോലെ, നമ്മുടെ നാട്ടിൽ കാണില്ല, പുഴ പോലെ ഉള്ളതാണ്. എന്താ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റില്ലും നല്ല ഹോട്ട് വാട്ടറാണ് അവർക്ക് കിട്ടുന്നത്. അതെങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും അറിയത്തില്ല. ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ കുറേ ഫോട്ടോസും കാര്യങ്ങളും എടുത്ത് അവിടെ ഇങ്ങനെ കുറേ ആൾക്കാർ പാട്ട് പാടുന്നുണ്ട്. കുറേ ടൂറിസ്റ്റുകളുണ്ട്. സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കൾച്ചറൽ ആൻഡ് ആർക്കിടെക്ചറൽ ഇമ്പോർട്ടൻസ് ഉള്ളൊരു പ്ലേസാണത്. നമുക്ക് ഒരു പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല നമുക്കത് അങ്ങ് എന്താ പറയുക സാറ്റിസ്ഫൈഡ് ആവും. നമ്മൾ ഒന്നും കൂടെ നമുക്ക് പോകാൻ തോന്നും. പിന്നെ ഇതാണ് പുട്നി ബ്രിഡ്ജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചുറ്റും ബ്രിഡ്ജാണ്. അവിടെ നമുക്ക് ക്യാഷ് ഒന്നും കൊടുക്കേണ്ട, അത് കാണണമെങ്കിൽ ഫ്രീ ആണ്. നമ്മൾ ആ റിവറിൻ്റെ അകത്ത് തന്നെ താഴെ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇങ്ങനെ വാട്ടർ വീഴാൻ നല്ല ഭംഗിയാണ്. അത് 1777 കംപ്ലീറ്റ് ചെയ്തൊരു ബ്രിഡ്ജാണ്. പുട്ടിൻ്റെ ഫാമിലി എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാർ ആണ് ഇത് ഇങ്ങനെ ഇങ്ങനൊരു ബ്രിഡ്ജ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് സമീപിച്ചിട്ട് റോബർട്ട് അതെന്ന് പറഞ്ഞ ഒരു പലേഡിയൻ സ്റ്റൈലിലാണ് ഇത് ചെയ്തത്, ഉണ്ടാക്കിയെടുത്തത്. പിന്നെ ഇതിൻ്റെ 4 സൈഡിലും 4 angels ഉണ്ടെന്നാണ് പറയുന്നത്. സോ എന്താ പറയുക, അതുകൊണ്ട് തന്നെ നമുക്ക് ആ ബ്രിഡ്ജിൽ നിൽക്കുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നു അവിടെ കുറേ ഏഞ്ചൽസിൻ്റെ ഓരോ രൂപങ്ങളുണ്ട്. ഞാൻ അത്ര പെർഫെക്റ്റായിട്ട് ട്രാവൽ വ്ളോഗും അങ്ങനെ ഹിസ്റ്ററി ഒന്നും പഠിച്ചിട്ട് പറയുന്ന ഒരാളല്ല, അറിയുന്ന വെച്ച് പറയുന്നതാണ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോരുകയാണ്. ഇത്രയും കണ്ടു, കുറച്ച് വീഡിയോ കൂടെ ഉണ്ട്, അതൊക്കെ ഡിലീറ്റ് ആയിപ്പോയി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കാണാം, ബൈ.